7 ഇത്ര അവസാനിച്ച് കഴിഞ്ഞിട്ടും ഇത്രയും ദിവസമൊക്കെ കഴിഞ്ഞിട്ടും വാർത്തകളും വിവാദങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. ഏറ്റവും പുതുതായി ഇപ്പൊ നിലവിൽ നമുക്ക് വരുന്ന വാർത്ത പ്രകാരം നമ്മുടെ 2ാം സ്ഥാനം നേടിയ അനീഷിന് കോൺഫിഡന്റ് ഗ്രൂപ്പ്, അതായത് 1ാം സ്ഥാനത്തിന് 50 ലക്ഷം രൂപ നൽകുന്ന അതേ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായ ഡോക്ടർ സി ജെ റോയ് അനീഷിന് 10 ലക്ഷം രൂപ സമ്മാനമായി നൽകുന്നു എന്നാണ് വരുന്നത്. പുള്ളിയുടെ ഓഡിയോ കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ഓഡിയോ കേൾപ്പിച്ചു തരാം. അതിനു മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓഡിയോ. ഓക്കെ, ഇത് ഡോക്ടർ സി ജെ റോയ് ഡയറക്റ്റ് ആയിട്ട് അനീഷിനെ വിളിച്ച് ഓഫർ ചെയ്തതാണ് 10 ലക്ഷം രൂപ. സാധാരണ ബിഗ് ബോസ് സീസണുകളെല്ലാം അവസാനിക്കുമ്പോഴത്തേക്ക് ആദ്യ സ്ഥാനത്തെത്തുന്ന വിജയ്ക്ക് മാത്രമായിരിക്കും 50 ലക്ഷം രൂപ കിട്ടുന്നത്. ഇത്തവണ ആദ്യ സ്ഥാനത്തെത്തിയ അനുമോൾക്ക് 43 ലക്ഷം രൂപയാണ് കിട്ടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പണപ്പെട്ടി ടാസ്ക് വഴി 7 ലക്ഷം രൂപ പോയിട്ടുണ്ടായിരുന്നു. സോ അനുമോൾക്ക് ആകെ കിട്ടിയത് 43 ലക്ഷം രൂപയാണ്. സോ 2ാം സ്ഥാനത്തെത്തുന്ന ആൾക്ക് മൈജി സ്പോൺസർ ചെയ്ത ഉപകരണങ്ങൾ ഓക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ യാതൊരുവിധ പ്രൈസ് മണിയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും അനീഷിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് എല്ലാ സീസണിലും ഉണ്ടാവുക. അതായത് സീസൺ 1 മുതൽ സീസൺ 6 അവസാനിച്ചപ്പോൾ വരെ 2ാം സ്ഥാനത്തെത്തിയ ഒരു കണ്ടസ്റ്റന്റും ഇതുവരെ ഒരു പ്രൈസ് മണിയും കിട്ടിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് വന്നതെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ബട്ട് കൺഗ്രാറ്റുലേഷൻസ് ടു അനീഷ്. കാരണം പുള്ളിക്ക് 10 ലക്ഷം രൂപ കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുള്ളിയുടെ ഫാൻസിനെയും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വാർത്തയാണ്. വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ്. അതോടൊപ്പം തന്നെ ഈ 6 സീസണിൽ മത്സരിച്ച 2ാം സ്ഥാനത്ത് എത്തിയ ഓരോരുത്തർക്കും തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും. കാരണം അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്ത സൗഭാഗ്യമാണല്ലോ ഇപ്പൊ ഇവർക്ക് കിട്ടാൻ പോകുന്നത്. ഇതിനിടയിൽ ഡോക്ടർ സി ജെ റോയ് ഒരു കമന്റ് പറയുന്ന കേട്ടോ, നിന്നെ പോലെ അനീഷിനെ പോലെ ഞാനും ഒരു സാധാരണക്കാരനാണെന്ന്. സാധാരണക്കാരുടെയൊക്കെ വില പോകാൻ പിന്നെ എന്ത് വേണം, അല്ലെങ്കിൽ ഇവരൊക്കെ ആ സാധാരണക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ചിരി തോന്നി. എനിവേസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.